അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നാസറേ, എപ്പോഴാ വന്നേ? ആകെ മാറിക്കണല്ലോ. ഞാന് 2-3 ദിവസമായി എന്റെ പെണ്ണിന്റെ അവിടെ നിന്ന് പോണം. ശരി, ആയിക്കോട്ടെ, പോയിട്ട് വാ. ഇക്ക സ്പെഷ്യൽ ഊതാണല്ലോ. ഇക്ക ഗൾഫിലാണോ? ആയിരുന്നു. 35 വർഷം. അത് ഇന്നലത്തോട് കൂടി കഴിഞ്ഞു. ഇപ്പൊ ഇക്ക ഇനി ഫുൾ ടൈം നാട്ടിലാണല്ലേ? അടിച്ച് പൊളിക്കണക്ക. ഇക്ക ഗൾഫിലൊക്കെ എന്ത് ജീവിതം. ഞാനും ദുബായിലാണ്. അടുത്ത ആഴ്ച തിരിച്ചു പോകണം. ഈ നാട്ടിലെ കാറ്റും സന്തോഷമൊന്നും അവിടെ കിട്ടില്ല. ഇക്ക ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ എൻ്റെ ഫ്രണ്ട്സുകളാണ്. അമേരിക്കൻ കമ്പനിയിൽ അർബാബ് എല്ലാവരും ഉണ്ട് ഇതിൽ. ഇക്ക ഇപ്പൊ ഗൾഫൊന്നും പഴയ പോലല്ല. വീക്കെൻഡ് പാർട്ടികള്, ഐഫോണ്, അങ്ങനെ അടിപൊളി സംഭവമല്ലേ? ശരിയാ മോനെ, ഇപ്പൊ കാലം മാറി ഒരുപാട്. ഞങ്ങളൊക്കെ പോയിരുന്ന കാലത്ത് ഒരു കത്ത് വരണമെങ്കിൽ മാസം 1 വേണമായിരുന്നു. റൂമിലെ AC പോയിട്ട് ഒരു ഫാന് പോലും ഇല്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. മണലാരണ്യത്തിൽ പോയി പണിയെടുത്ത് റൂമിൽ വന്ന് ഉള്ളി അരിയുമ്പോൾ കണ്ണെന്ന് കണ്ണീരാണോ വരുന്നത്, അതോ സങ്കടമാണോ ഉള്ളിയുടെ നീരാണോ, ഒന്നും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇക്ക അതൊക്കെ പണ്ട്, അതൊക്കെ മാറിക്ക. മാറിയത് സൗകര്യങ്ങൾ മാത്രമാണ് മോനെ. പ്രവാസിയുടെ വിധിയും മനസ്സും ഇന്നും മാറിയിട്ടില്ല. ഹലോ, ബാപ്പ എത്തിയോ? ബാപ്പ കൊണ്ടുവന്ന ഫോണിന്റെ ചാർജർ ബാഗിൽ കാണുന്നില്ലല്ലോ. പിന്നെ എന്റെ ആപ്പിൾ വാച്ച് ബാപ്പ എവിടെ വെച്ചത്? അത് ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് മോനെ. ഉമ്മാനോട് ഞാനിപ്പോ വരാന്ന് പറ. ശരി. പിന്നെ ബാപ്പ, വണ്ടിയുടെ ലോൺ അടുത്ത മാസം തീരും. പിന്നെ ബാപ്പ ഇവിടെ നാട്ടിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ വല്ല ജോലിയൊക്കെ നോക്കാനായിരിക്കും നല്ലത്. നാളെ തന്നെ. അതോ വല്ല ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? മുപ്പത്തഞ്ച് വർഷം ഞാൻ ഗൾഫിൽ നിന്നു മോനെ. അവസാനം എൻ്റെ 2 കിഡ്നിയും പ്രശ്നമായപ്പോൾ കമ്പനിക്കാരെന്നെ പറഞ്ഞു വിട്ടു. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നത് അവർക്ക് സന്തോഷകരല്ല, മറിച്ച് അത് വലിയൊരു ബാധ്യതയാണ്. പെട്ടിയിലെ സമ്മാനങ്ങൾ തീരുന്നതോടുകൂടി അവരുടെ സ്നേഹങ്ങളൊക്കെ തീരും. മുന്നേ ഇതൊക്കെ ഒരധികപ്പറ്റ. ശരി, ഞാൻ പോട്ടെ. പ്രവാസിയുടെ വിധിയും മനസ്സും ഇന്നും മാറിയിട്ടില്ല. പെട്ടിയിലെ സമ്മാനങ്ങൾ തീരുന്നതോടുകൂടി അവരുടെ സ്നേഹങ്ങളൊക്കെ തീരും. മുന്നേ ഇതൊക്കെ ഒരധികപ്പറ്റ. ഒരു കാലത്ത് പ്രായമാകുമ്പോൾ എന്നെയും എൻ്റെ കുടുംബം ഇതുപോലെ ചെയ്യോ പടച്ചോനെ?